Hello, I'm Kirtana. I'm a food technologist, and this is a series where I'll introduce different innovative food projects. different innovative food products. So, ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. So, this is like 3 steps. Add chicken, add Alexa pepper chicken paste, add coconut milk. Coconut milk ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ലൈക്ക് ഞാൻ ചെറിയ പെയിൻറ്റിങ് പരിപാടീസൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുക്കിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ കുക്കിംഗ് മാത്രമേ നടക്കൂ, നമ്മളെ ബാക്കി പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ നമ്മളെ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ടേസ്റ്റി അടിപൊളി ഒരു വെറൈറ്റി സാധനം കൊടുക്കുകയും ചെയ്യാം. വേം പരിപാടിയും കഴിയെങ്കിൽ വി ക്യാൻ ഡു ട്രൈ പ്രോഡക്ട്സ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ഇല്ല, നോ ആർട്ടിഫിഷ്യൽ കളർ, നോ MSG, നത്തിങ്. ഇപ്പോൾ എലിക്സർ ആക്ച്വലി മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന എലിക്സർ എക്സോട്ടിക് ഫുഡ്സ് വിച്ച് ഇസ് ഫ്രം എറണാകുളം ഡിസ്ട്രിക്ട്. സോ നമ്മളെ നാട്ടിലത്തെ പ്രൊഡക്റ്റാണ് നമ്മളെ നാട്ടിൽ ചെയ്യുന്നത്. സോ വി ഷുഡ് ബി പ്രൗഡ് അല്ലേ. റിട്ടോട്ട് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ചെയ്തിരുന്നത് ISRO ഒക്കെ സാറ്റലൈറ്റിലൊക്കെ പോകുന്ന ആസ്ട്രോണറ്റ്സിന് വേണ്ടിയിട്ടും പിൽസ്ബറി ഒക്കെ ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ആർമിയിലൊക്കെയാണ്, ആരിഡ് റീജൻസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് 2 years വരെ ഷെൽഫ് ലൈഫ് ഉണ്ട് റിട്ടോട്ടഡ് പ്രോഡക്ട്സിന്. അത്രയും ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മളിതിനെ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഹൈ ടെമ്പറേച്ചറിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല. ഇപ്പോഴാണ് പിന്നെ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ പബ്ലിക്കിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ ഈ സ്റ്റെപ്പ് നമ്മുടെ ചിക്കൻ ഗ്രീൻ പെപ്പർ കറി പേസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മളുടെ പേസ്റ്റ് വേണം, ചിക്കൻ വേണം, തേങ്ങാപ്പാൽ വേണം, എല്ലാം റെഡിയാണ്. സോ ലെറ്റ്സ് ആഡ് ദിസ് പേസ്റ്റ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. ചിക്കനിലേക്ക് ഈ ഗ്രേവി നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കതിനെ കുറച്ച് നേരം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് മാറ്റി വെക്കാം. അപ്പോൾ കുക്കായി കഴിഞ്ഞ് ഞാൻ അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കുറുകി കഴിഞ്ഞാൽ നമ്മളെ ഗ്രീൻ പെപ്പർ ചിക്കൻ റെഡിയാണ്. അപ്പോൾ അതെ നമുക്ക് പത്തിരി കൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിത് പത്തിരീൻ്റെ കൂടെ ഈ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ മൈക്ക് ഓൺ ആയിട്ടില്ലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് വോയിസ് റെക്കോർഡ് ആയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ കഴിക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ആ കോക്കനട്ട് മിൽക്കും ആ ഒരു ഗ്രീൻ പെപ്പർ ചിക്കൻ്റെ പേസ്റ്റും എല്ലാം കൂടെ നല്ല ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ലൈക്ക് ഭയങ്കര സ്പൈസി അല്ല, എന്നാൽ മൈൽഡായിട്ടുള്ള നല്ലൊരു മസാല ഫ്ലേവേഴ്സും എല്ലാം കൂടി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ തിരക്കിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ശരപടയെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ ഇതേപോലെ ബിസി ആയിട്ടുള്ള ഡേയ്സിലൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.